പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിലെയും കൊമേഴ്സിലെയും വരുന്ന പേപ്പറായ പൊളിറ്റിക്കൽ സയൻസിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിങ്ങിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലിൽ തുടർന്നുള്ള ബാച്ചിലെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്യാൻ കഴിയില്ല, പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്ന് നമ്മൾ അറിയിച്ചിരുന്നു. അതിൽ നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ അവതരിപ്പിച്ചു, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ചു. ഇന്നത്തെ വീഡിയോസിൽ 3 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുകളുമാണ്. 80 മാർക്കിന്റെ എഴുത്ത് പരീക്ഷയിൽ അതിന്റെ 33% എഴുതി പാസ്സാവേണ്ടത്. 26 മാർക്കാണ് പൊളിറ്റിക്കൽ സയൻസിന് എഴുതി പാസ്സാവേണ്ടത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് 100 മാർക്ക് തന്നെയാണ് എഴുത്ത് പരീക്ഷ. അതിന്റെ 33% ഏകദേശം 33 മാർക്ക് എഴുതി പാസ്സാണ്. 3 മണിക്കൂർ എക്സാമാണ്. ഉച്ചക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളുമാണ് അവതരിപ്പിക്കുന്നത്. മലയാളം മീഡിയം വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഇതിൽ ഏകദേശം 38ാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 38ാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ് 3 മാർക്കിന്റെ വരുന്നത്. എക്സ്പ്ലെയിൻ ദി പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വിവിധതരം പാർട്ടി സിസ്റ്റങ്ങളെ കുറിച്ച് വിവരിക്കാനാണ്. ഇത് നമ്മുടെ 19ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഗൈഡിൽ 19ാമത്തെ ചാപ്റ്ററിൽ കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ ദേശീയ പാർട്ടികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഇത് മുഴുവൻ വായിക്കാൻ നിൽക്കില്ല, ഹെഡിങ്ങുകൾ മാത്രം വായിക്കാൻ. ഗൈഡിൽ ഏകദേശം 148ാമത്തെ പേജിൽ നിങ്ങളത് നോക്കി പഠിക്കണം. INC ഉണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് വിവരിച്ച് നൽകുന്നത്. നമുക്ക് 3 മാർക്കിനായതുകൊണ്ട് ഓരോ പോയിന്റ് ഓരോ മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതേപോലെ തന്നെ BJP വരുന്നുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി വരുന്നുണ്ട്, CPI വരുന്നുണ്ട്, CPM വരുന്നുണ്ട്, BSP വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചുരുക്കി പോയിന്റ് ആക്കി എഴുതിയാൽ മതി. 3 മാർക്കിനുള്ള ഇന്ത്യയിലെ വിവിധതരം പാർട്ടി സിസ്റ്റങ്ങളെ കുറിച്ച് നമ്മൾ വിവരിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് 39ാമത്താണ്. ഐഡന്റിഫൈ ദി വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് കോസിംഗ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ആണ്. എൻവയോൺമെന്റൽ ഡിഗ്രഡേഷനെ ബാധിക്കുന്ന വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഗൈഡിൽ ഏകദേശം 171ാമത്തെ പേജിൽ വരുന്നുണ്ട്, ഏകദേശം 23ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഓക്കെ, കോസസ് ഓഫ് എൻവയോൺമെന്റ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത് പരിസ്ഥിതി ശോഷണത്തെ ബാധിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിന്റെ ആൻസർ എല്ലാ മാനുഷിക പ്രവൃത്തികളും പരിസ്ഥിതി ശോഷണത്തിന് കാരണമാകുന്നുണ്ട്. ജനപ്പെരുപ്പം വരുന്നുണ്ട്, അതുപോലെ ഒന്ന് പോയിന്റ് ആക്കി എഴുതണം. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പുരോഗമനം വ്യത്യസ്ത തരത്തിൽ പരിസ്ഥിതിയെ മലിനമാക്കുന്നു. ഇത് പരിസ്ഥിതി ശോഷണത്തിന്റെ പ്രധാന കാരണങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കുന്നത് എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ നാഷണൽ എൻവയോൺമെന്റൽ പോളിസി എന്നാണ്. ഇന്ത്യൻ പരിസ്ഥിതി നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അടുത്ത ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ ആൻസർ ഞാൻ വായിക്കാം. അതിൽ വരുന്നത് കൺസർവേഷൻ ഓഫ് ക്രിട്ടിക്കൽ എൻവയോൺമെന്റൽ റിസോഴ്സസ് ആണ്. ക്രിട്ടിക്കൽ, നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് കിട്ടാൻ പ്രയാസപരമായിട്ടുള്ള പരിസ്ഥിതി വിഭവങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം, അതുപോലെ പ്രൊട്ടക്ട് ചെയ്യണം. കൺസർവ് ദി ക്രിട്ടിക്കൽ എക്കോളജിക്കൽ സിസ്റ്റം. എക്കോളജിക്കൽ സിസ്റ്റംസ് ഒക്കെ നമ്മൾ അതേപോലെ തന്നെ എക്കോളജിക്കൽ ആയിട്ടുള്ള റിസോഴ്സ് ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, കൺസർവ് ചെയ്യുക. എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, ഹ്യൂമൻ വെൽബീങ്, മനുഷ്യന്മാർ നല്ല രീതിയിലായി വരിക, ഇതൊക്കെയാണ് നാഷണൽ എൻവയോൺമെന്റ് പോളിസിയുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഡിസ്ക്രൈബ് ദ റൂൾ ഓഫ് നോൺ അലൈൻമെന്റ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസിയാണ്. 186ാമത്തെ പേജിൽ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ചേരിചേരാ സംഘടന, ഇന്ത്യൻ വിദേശ നയത്തിൽ ചേരിചേരാ സംഘടനയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഗൈഡില് 186ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ചേരിചേരാ സംഘടന എന്ന് പറഞ്ഞാൽ ശീതസമരകാലത്തെ ഇരു ശക്തി ചേരികളും, അമേരിക്കയുടെ ഭാഗത്തെ ശക്തിയുണ്ട്, സോവിയറ്റ് യൂണിയന്റെ ചേരിയുണ്ട്, ഇങ്ങനെ ഉൾപ്പെടാത്ത സ്വതന്ത്ര രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ചേരിചേരാ സംഘടന.
VK കൃഷ്ണമേനോനാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 1961 ബൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ സംഘടന രൂപീകരിച്ചത്. 1955 ബന്ദൂക്കിൽ ചേർന്ന ആഫ്രോ ഏഷ്യൻ ഉച്ചകോടിയാണ് സംഘടനയുടെ രൂപീകരണ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ചേരിചേരാ സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നത് ബെൽഗ്രേഡിൽ വെച്ചാണ്. ആദ്യ ചേരിചേരാ സമ്മേളനത്തിൽ 25 അംഗരാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇങ്ങനെ 3 മാർക്കിന് ഏകദേശം ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അനലൈസ് 3 റൈറ്റ്സ് ഓഫ് സുപ്രീം കോടതി വിച്ച് മേക്ക് ദ പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ ബോധ അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ഏകദേശം 93-ാമത്തെ പേജിൽ അത് വിവരിച്ച് നൽകുന്നുണ്ട്. ഗൈഡിൽ 93-ാമത്തെ പേജിൽ, അതായത് നമുക്ക് 12-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ഉപാധിയാണ് പൊതുജന താൽപര്യ വ്യവഹാരം. പൊതുജന താൽപര്യ വ്യവഹാരം ഏതൊരു വ്യക്തിക്കും മറ്റുള്ളവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനും പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി കോടതിയെ സമീപിക്കുന്നതാണ്. ഇതിന് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം വളരെ സഹായിക്കുന്നു. മാത്രമല്ല, മൗലികാവകാശങ്ങൾ അംഗീകരിച്ചു കിട്ടുന്നതിനുള്ള അപേക്ഷ അത് നിഷേധിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമല്ല കൊടുക്കാനാവൂ എന്നതാണ് ഭരണഘടന പറയുന്നത്. പൊതു താൽപര്യ ഹർജി അനുവദിച്ചതിലൂടെ ഏത് വ്യക്തിക്കും മറ്റൊരാളുടെ ഭരണഘടനാപരമായോ നിയമപരമായോ ഉള്ള അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാം. കൂട്ടായ പ്രവർത്തനങ്ങളിൽ കൂടിയും അതേപോലെ തന്നെ പൊതു താൽപര്യ വ്യവഹാരത്തിലൂടെയും പ്രാതിനിധ്യ നടപടികളിലൂടെയും നീതി ലഭിക്കുന്നെന്ന് ആധുനിക ഘട്ടത്തിലെ ഭരണഘടനാശ്രമായ നിയമശാസ്ത്രമാണെന്ന് ജസ്റ്റിസ് VR കൃഷ്ണൻ നായർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി ഇത് ഒരുപാട് വിവരിച്ച് നൽകുന്നുണ്ട്, ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. 3 മാർക്കിനനുസരിച്ച് നിങ്ങൾ ചുരുക്കി എഴുതിയാൽ മതി. ഇതിൽ തന്നെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി അത് അറിയില്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ടൈം ഫോർ കോർട്ട് റെക്കോർഡ്. എന്താണ് കോർട്ട് റെക്കോർഡ്? അതേ 12-ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഗൈഡിൽ 98-ാമത്തെ പേജിലുണ്ട്. രേഖാ കോടതി എന്നാൽ എന്ത് എന്നുള്ളതാണ്. ഭരണഘടന സുപ്രീം കോടതിയെ ഒരു രേഖാ കോടതിയാണ് വിഭാവനം ചെയ്യുന്നത്. സുപ്രീം കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾക്ക് നിയമപരവും ഭരണപരവുമായ പ്രാധാന്യമുണ്ട്. രാജ്യത്തെ ഏത് കോടതിയിലും ഒരു പ്രശ്നം സമർത്ഥിക്കുന്നതിനോ നിരസിക്കുന്നതിനുള്ള സാക്ഷ്യമായി ആ രേഖകൾ ഉപയോഗിക്കാം. സുപ്രീം കോടതിക്ക് ക്വാർട്ടർ ലക്ഷ്യത്തിന് ശിക്ഷ നൽകാനുള്ള അധികാരമുണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ ഘടകങ്ങൾക്കും അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഇനി അടുത്ത ചോദ്യമായിട്ട് വരുന്നത് 42-ാമത്തെ ചോദ്യം വരുന്നുണ്ട്. ഐഡന്റിഫൈ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യ ഫോറിൻ പോളിസി. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്തെല്ലാം? 187-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. 26-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇന്ത്യ വിദേശ നയത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യ വിദേശ നയത്തിന്റെ വിവിധ തത്വങ്ങൾ, പഞ്ചശീലം വരുന്നുണ്ട്, ചേരിചേരാ നയമുണ്ട്. 3 മാർക്കിനാണ്, ചുരുക്കി എഴുതിയാൽ മതി. അതേപോലെ സാമ്രാജ്യത്തോടും വർണ്ണത്തോടുമുള്ള കോളനി വാഴ്ചയോടുള്ള എതിർപ്പുണ്ട്, ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള പിന്തുണയുണ്ട്, മനുഷ്യാവകാശങ്ങളോടുള്ള ബഹുമാനമുണ്ട്. ഇതൊക്കെ ചുരുക്കി എഴുതിയാൽ മതി. അടുത്തത് ഐഡന്റിഫൈ ദി 3 ഹിൻഡ്രൻസ് ഓഫ് ഫോർമേഷൻ സൗണ്ട് പബ്ലിക്. നല്ലൊരു പൊതു ജനാഭിപ്രായം രൂപീകരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. പോവർട്ടി വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇല്ലിറ്ററസി വരുന്നുണ്ട്, ദാരിദ്ര്യം, അതേപോലെ തന്നെ നിരക്ഷരത, അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിവരമില്ലായ്മ. ഇതൊക്കെ അതിനുള്ള കാരണങ്ങളായിട്ട് വരുന്നുണ്ട്. അടുത്ത ചോദ്യമാണ് ഡിസ്കസ് എനി സിഗ്നിഫിക്കൻസ് ഓഫ് റൂൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻസ്. 3 സിഗ്നിഫിക്കൻസ്, 3 പ്രാധാന്യങ്ങളാണ്. പബ്ലിക് ഒപ്പീനിയനുമായി ബന്ധപ്പെട്ട 3 പ്രാധാന്യങ്ങളാണ്. 156-ാമത്തെ പേജിൽ അത് വിവരിച്ച് നൽകുന്നുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് വരുന്നുണ്ട്. റൂൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രാറ്റിക് ഇന്ത്യ. ഒരു ജനാധിപത്യ രാജ്യത്തിൽ പൊതുജനാഭിപ്രായത്തിലുള്ള പ്രാധാന്യം എന്ത്? ഒരുപാട് വിവരിച്ച് നൽകിയിട്ടുണ്ട്. 3 മാർക്കിനാണ്, ഒരു 3 പോയിന്റ് വിവരിച്ച് നൽകിയാൽ മതി. ഗവൺമെന്റിനെ നയിക്കുന്നുണ്ട്, നിയമനിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്, ഒരു കാവൽ നായെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്, അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്നുണ്ട്, അന്തർദേശീയ തലത്തിൽ ശക്തമായ സംഘടനയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. 3 മാർക്കിനാകുമ്പോൾ നമുക്കത് വിവരിച്ച് എഴുതിയാൽ മതി. 21-ാമത്തെ ചാപ്റ്ററിലാണ്. ഇത്രയാണ് നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ 5 മാർക്കിന്റെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം. മലയാളത്തിലെ ഗൈഡുകൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.
അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് കേരളത്തിലും ഇന്ത്യയിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നതാണ്. ക്ലാസ്സുകൾ ഓൺലൈനിൽ നൽകുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ എക്സാം സെന്റർ നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.